ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ്റെ കാലമാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പുതിയ പ്ലാറ്റ്ഫോം, ഇന്ത്യൻ കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം. ഭാസ്കർ എന്നാണ് അതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? ഭാസ്കറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ പുതിയ വാണിജ്യ വ്യവസായ മേഖലയിലേക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഒരു ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു മലയാളം വേർഡ് ഉണ്ട് അതിന്റെ. മലയാളമോ സംസ്കൃതമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഉദയസൂര്യൻ എന്നുള്ള ഒരു പദം വെച്ചിട്ടാണ് ഈ ഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് DPIIT എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർനെറ്റ് ട്രേഡ്. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് കാര്യങ്ങൾ നമുക്കറിയാം. സാധാരണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരുപാടുണ്ട്. അതെ അതെ. UAE തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റ് ഇൻ ദുബായ് എന്ന് പറയുന്നത്. റീസെന്റ് നമുക്ക് GDRF ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്, വർക്ക് ബണ്ടിൽ. അത് നമുക്ക് എല്ലാ വർക്കും ഒന്നിൽ പ്ലാറ്റ്ഫോം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയിൽ വന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഏകദേശം. ഭാസ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് ആ ഒരു രീതിയിലല്ലല്ലോ, കാറ്റഗറി അല്ല ആ ഒരു കാറ്റഗറിയിലല്ല ഇത് വരുന്നത്. അതെ, ഞാനിപ്പോ ഇതിനെ കുറച്ച് പേരോട് ചോദിച്ചു. കൂടുതൽ പേഴ്സൻറ്റേജ് ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ. പുതുതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭകർ, അതുപോലെ നമ്മുടെ മെന്റേഴ്സ്, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ, ഇതൊക്കെ കൂടിയിരിക്കുന്ന ഒരു എക്കോ സിസ്റ്റം. ഇതൊക്കെ കൂടി ചേർന്നിരിക്കുന്ന എക്കോ സിസ്റ്റമാണ് ഭാസ്കർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കണ്ടൊരു ഇതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ നിലവിൽ ഉള്ള ബിസിനസ് സ്റ്റാർട്ടപ്പിൽ 2024 വരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണെന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്. ബിസിനസ് സ്റ്റാർട്ടപ്പിൽ വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ യുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ തുടങ്ങുന്ന പുതിയ സംരംഭകർക്കെല്ലാം വളരെ ഫലപ്രദമായ മുതൽക്കൂട്ടാണ്. നമുക്ക് ഒന്നിനും തേടിപ്പോകേണ്ട ആവശ്യമില്ല, എല്ലാവരും ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങനെ ഇത് വ്യത്യസ്തമാണെന്നുള്ളതിനെ പറ്റി എന്താണ് ഏകദേശം നമുക്ക് ഇവരെ പറ്റി അറിയുന്നത് വെച്ചിട്ട് ഇവരൊക്കെ ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ജസ്റ്റ് സാധനം സെയില്, പക്ഷെ ഇതങ്ങനെയല്ല. നമുക്ക് മറ്റെന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് അപ്രൂവൽ എടുത്ത് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റ് നമ്മൾ ഇതിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഐഡിയാസ് ഇട്ട് കൊടുക്കുന്നു. അവര് അതിനുള്ള എല്ലാ സൊല്യൂഷൻസും അതിൽ തന്നെ ഉണ്ടാക്കി വെച്ചു. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒറ്റ കൂടെ കീഴിൽ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വ്യവസായ മന്ത്രി. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ മെന്റേഴ്സ്, പിന്നെ അതുപോലെ അത് സർവീസ് പ്രൊവൈഡേഴ്സ്, സർക്കാർ സ്ഥാപനങ്ങൾ. അവർക്ക് ഉപകാരപ്പെടുന്നല്ല, നമുക്ക് ഗൈഡൻസിനും എല്ലാത്തിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു പുതിയ സംരംഭകർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് പുതിയ ആശയങ്ങളുള്ള ആൾക്കാരൊക്കെ അവർക്കുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർ ചിലപ്പോ എന്തെങ്കിലും ഇതിന്റെ പിന്നാലെയുള്ള ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് ചിലപ്പോ തുടങ്ങുന്ന ബിസിനസ് കാര്യങ്ങൾ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കുറെ ആൾക്കാർ ഇത് ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഗ്ലോബലി ഇപ്പൊ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ദുബായ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഭാസ്കറിലൂടെ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാല് ഏറ്റവും ഒരു എളുപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ഗ്രോത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഭൂരിപക്ഷം ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. ഇതിന്റെ അറിവിൽ തന്നെ ഞാനും ഈ റീസെന്റ് ആണ് ഇത് കേട്ടിരിക്കുന്നത്. ഞാനും അതിനെപ്പറ്റി കുറച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മളിപ്പോ ഈവൻ നമ്മള് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പുതിയ ആശയങ്ങളുള്ള ആൾക്കാരൊക്കെയാണ് അവർക്കുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർ ചിലപ്പോ എന്തെങ്കിലും ഇതിന്റെ പിന്നാലെയുള്ള ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് ചിലക്ക് നമ്മളൊരു ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ ഐഡിയ അതിപ്പോ ഗവൺമെന്റ് അതിന്റെ പുതിയ ഐഡിയ അന്വേഷിക്കും. അതായത് പുതിയതിപ്പോ ഇത് നിലവിലുള്ള ഏതെങ്കിലും സിസ്റ്റം ആയിട്ട് എന്തെങ്കിലും ഇതിന് റിലേഷൻ ഉണ്ടോ, അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ ഓപ്ഷൻസും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗൈഡൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് ഒരു സംരംഭം തുടങ്ങാനുള്ള ആർക്കും തുടങ്ങാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതുവരെ മാർക്കറ്റിൽ എത്തിക്കാത്ത ക്ലോത്തുകളൊക്കെ ഉണ്ടാവും. ഓരോ ആൾക്കാർക്ക് അവരുടെ ഐഡിയാസ് വെച്ചിട്ട് പുതിയ ക്ലോത്തുകളൊക്കെ ഇനിയും ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാലാവസ്ഥാനുസൃതമായിട്ട് ക്ലോത്തുകൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം.
അതായത് ഈ തണുപ്പ് കാലത്ത് ചൂട് കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ചൂട് കാലത്ത് തണുപ്പിന് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അതുപോലുള്ള ഐഡിയാസ് ഒക്കെ ഉള്ള ആളുകൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വന്ന കാര്യമാണ്. അതുപോലെ ചിന്തിക്കുന്ന പോലെ ആൾക്കാരുണ്ടാവും വ്യത്യസ്ത മേഖലകളിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമുള്ള ആശയങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെയുള്ള, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയും, മൊട്ട എക്സാമ്പിൾ ആയിരിക്കും ഇത്, പക്ഷെ അതുപോലെ ഉള്ള പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഓരോ ഐഡിയാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ ആ ഒരു മേഖലയിൽ എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു സാംസ്കാരിക രംഗത്തുള്ള ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി കുറച്ച് ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ ഒരു പെർസെപ്ഷനിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ജോലി വിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് തുടങ്ങാം, ബി യുവർ ഓൺ ബോസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് സൗകര്യമുള്ളപ്പോൾ പണിയെടുത്താൽ മതി, അങ്ങനെ ഒരു ഒരാളുടെ കീഴിൽ ഒരു 9 to 6 അല്ലെങ്കിൽ 9 to 6, 8 to 5 എന്നൊക്കെ പറഞ്ഞതിൽ വർക്ക് ചെയ്ത് കോർപ്പറേറ്റ് മേഖലയിൽ ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസ് അങ്ങനെ തന്നെയാണ് കോർപ്പറേറ്റ് മേഖല വിട്ടിട്ടാണ് അവർ സിനിമയിലൊക്കെ കാണുന്നത്, ടൊവിനൊക്കെ അങ്ങനെ. അപ്പോൾ അതുപോലെ നമ്മുടെ സ്വന്തം ഒരു ആശയം. ഇപ്പോൾ റീസെൻ്റ്ലി കൊച്ചിയിലൊരു പെൺകുട്ടി ഷൂ ക്ലീൻ ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സംഭവമൊന്നുമില്ല, ഷൂ കൊണ്ട് ഇവിടുത്തെ കഴുകി കൊടുത്തേക്ക് തരും. ഷീസ് ഏണിംഗ് മോർ ദാൻ 2 lakhs in a month. 2 ലക്ഷം രൂപയുടെ ഷൂ കഴുകാനുണ്ട് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുക. അത് പുറത്തേക്ക് ഒരു വീഡിയോ വഴി അറിഞ്ഞപ്പോഴാണ് ഷൂ ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ കൊണ്ടുപോകുന്ന ഷൂവിന്റെ അളവനുസരിച്ചിട്ട് ഷൂ ഇപ്പൊ നമുക്ക് തന്നെ കഴിയാൻ പോലെ ചിന്തിക്കും. അല്ല, നമ്മളിപ്പോ ഈ ടൗണുകളിലൊക്കെ കാണാം, നമ്മൾ ചെറിയ ഓരോ സൈഡിൽ ഇരുന്നിട്ട് പല ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഗ്ലോബലി അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവർ ആ ലെവലിലൊക്കെ എത്തത്. ഇപ്പൊ ഗ്ലാഡിയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് അത് ഗ്ലോബലി അവർക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് അത് മനസ്സിലായത്. ഇപ്പൊ നമ്മളൊരു റെഡ് ടൈപ്പിന്റെ ഷൂ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു അഡിഡാസിന്റെ ഷൂ വാങ്ങുന്നു, ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഓരോ ബ്രാൻഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ക്ലീനിങ്ങിന് നമുക്ക് അതിന് സമയമില്ല. നമ്മളും ഒരു വൺ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ക്ലീൻ ചെയ്യുന്നത്, എസ്പെഷ്യലി വൈറ്റ് ഷൂസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. 2-3 തവണ കഴിയുമ്പോൾ നമുക്കത് പിന്നെ നമ്മളത് യൂസ് ചെയ്യത്തില്ല. ഈവൻ ഞാനാണെങ്കിലും കഴുകി യൂസ് ചെയ്യാൻ ചിലപ്പോൾ എനിക്കും മടിയായിരിക്കും, എൻ്റെ സമയക്കുറവുകൊണ്ടായിരിക്കാം. ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നവർക്ക് ഇപ്പോൾ കുക്ക് ചെയ്യുന്ന കാര്യം, ഇൻസ്റ്റന്റ് ഇഡലി, ഇൻസ്റ്റന്റ് വടയൊക്കെ വരുന്നത് ID ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത് ആളുകൾക്ക് വടയുടെ മാവിരുന്ന് ചുടാനുള്ള ടൈം സേവ് ചെയ്യാന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ഇഡലി വടയുടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷേപ്പായിട്ടുള്ള ഒരു വട കിട്ടുന്നു. ആളുകൾ ഏറ്റവും സ്പീഡിൽ ഏറ്റവും ഇപ്പം മെട്രോ അല്ലെങ്കിൽ ഇതെല്ലാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം റീസെൻ്റ്ലി ദുബായ് എയർപോർട്ടിൻ്റെ കാര്യം ഒരു മീഡിയയിൽ കണ്ടിരുന്നു. അതായത് നാട്ടിലെ KSRTC സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലോ ബസ്സുകൾ പോകാൻ ക്യൂ നിൽക്കുന്നത് പോലെയാണ് ദുബായ് എയർപോർട്ടിൽ DXBയിൽ ഫ്ലൈറ്റുകൾ പോകാൻ നിൽക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പോയി ഒരു സെക്കൻഡ് ഡിലേ ആയി കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റുകൾ അവിടെ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ്. എയർപോർട്ടിൻ്റെ ഫുള്ളി കപ്പാസിറ്റിയിലാണ് ശരിക്കും എയർപോർട്ട് റൺ ചെയ്യുന്നത്. എന്തിന് ഇനി ദുബായിലൊരു അടുത്ത എയർപോർട്ട് അവർ ഇപ്പോൾ ദുബായ് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതൊരു ചെറിയ ലെവലിൽ ചെയ്യത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് മക്തൂം എയർപോർട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, DWC. അത് ദുബായിയുടെ സൗത്തിലാണ്. ഇപ്പോൾ ഉള്ള ദുബായ് നമ്മൾ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുമ്പോൾ ദുബായ് ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്താണ് കൊണ്ടുവെക്കുന്നത്. സോ അതിന്റെ പോസിബിലിറ്റി ആണ് നോക്കുക. എൻ്റെ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. കാരണം ഇപ്പോൾ ഉള്ള ദുബായിൽ ഈവൻ നോർത്തിലൊന്നും ഇനി ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, പ്രോപ്പർട്ടീസ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പുതിയ ജബലലി ബീച്ച്, അതിൻ്റെ പണിയിട്ട് ജബലലി ബീച്ച് കഴിഞ്ഞിടയ്ക്ക് ഷെയ്ഖ് ഹംദാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി അതിനെക്കുറിച്ച് പറയുമ്പോൾ അതായത് 16 കിലോമീറ്റർ നീളമുള്ളൊരു ബീച്ച് അവിടെ അവർ പണിയുകയാണ്. സോ ബീച്ചിലേക്ക് ആളുകൾ വരുന്നിടത്ത് അവിടെ പ്രോപ്പർട്ടീസ് വരും, വില്ല കമ്മ്യൂണിറ്റീസ് വരുന്നു, സ്കൂള് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ വലിയ വലിയ ഡെവലപ്പേഴ്സ് അവിടെ അത് ചെയ്യുന്നുണ്ട്. പ്ലസ് എയർപോർട്ട് വരും. അതോടുകൂടി ആ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് പീക്ക് ലെവലിലേക്ക് എത്തും. പ്ലസ് 1.2 ബില്യൺ ആളുകളെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ദുബായിയുടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. സെയിം ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഭാസ്കറിലേക്ക് വരുമ്പോൾ. അതായത് ഇന്ത്യയിലൊരു എയർപോർട്ടിന് ഇപ്പോൾ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഛത്രപതി ശിവജി ഡൽഹി എയർപോർട്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അവർ റിനോവേറ്റ് ചെയ്തു, കണ്ടോകോട ഇന്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ഈവൻ കൊച്ചി എയർപോർട്ടിൻ്റെ കപ്പാസിറ്റി, കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ കപ്പാസിറ്റി. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ദുബായിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കി വലിയ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചേക്കുന്ന കൂടുതലും മലയാളീസാണ്. ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരം 20,000 30,000 ദിർഹംസിന്റെ കാര്യമുള്ളൂ. ബിസിനസ് ഉള്ളവരായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഇവിടെ പോസിബിലിറ്റിയാണ്. ഈവൻ ഇൻഫ്ലുവൻസേഴ്സിന് വീഡിയോ എടുക്കണമെങ്കിൽ വി നീഡ് ലൈസൻസ്. 2000 മുതൽ 10,000 ദിർഹംസ് വരെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. സോ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസീസ് അവിടെ ഉണ്ട്, ഫേക്ക് ആയിട്ട് വരുന്നുണ്ട്, ഫ്രീലാൻസ് വിസയുടെ കാര്യങ്ങൾ പറയും. അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റിൽ ദുബായിലുണ്ട്. നമുക്ക് ഇതൊക്കെ നമുക്കിനി ഭാസ്കർ വഴി ചെയ്യാൻ ഒരു ഗേറ്റ് വേ ആണ്. അപ്പോൾ ഞാൻ എന്തിനു ജോലിക്ക് പോകണം, അതിന് നൂലാമാലകളുണ്ട്, ലൈസൻസ് ഇഷ്യൂസ് ഉണ്ട്. 9 to 5 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു കോട്ടുണ്ട്. അതായത് സാലറി ഈസ് ദ പ്രൈസ് വിച്ച് യുവർ
ഓണർ ഈസ് പേയിങ്, യുവർ ബോസ് ഈസ് പേയിങ് ഫോർ യുവർ ടൈം, ഫോർ യുവർ എനർജി, ഫോർ യുവർ ക്രിയേറ്റിവിറ്റി. അങ്ങനെ ഒരു കോട്ടുണ്ട്. ഇങ്ങനെയല്ല അതിൻ്റെ വേർഡ് ആക്ച്വലി. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു കൈക്കൂലിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പം നാളെ ഞാനോ നിങ്ങളോ ഇതൊന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ മേഖലയിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ ജോലിയിൽ സ്റ്റിക്കോണായി പോകുന്നു, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ബാധ്യതകളുണ്ട്, ഇനി മാറി ഇപ്പം ബിസിനസ് സക്സസ് ആയില്ലെങ്കിലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സക്സസ് ആയാൽ എന്നുള്ള പോയിന്റിൽ ചിന്തിക്കുന്നതിലുപരി സക്സസ് ആവില്ല എന്ന് ചിന്തിക്കുന്ന റിസ്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ആക്ച്വലി ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് വേണ്ടത്, അതിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അപ്രൂവൽസ് വേണം, അത് ഇന്ത്യയിലൊരു ഭയങ്കര ലോഞ്ച്. ഇപ്പം ഇവൻ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അത് വഴി ഇപ്പം ഞാനൊരു ഐഡിയ ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ക്ലോത്തിങ് ബ്രാൻഡാണ് എൻ്റെ ഐഡിയ എങ്കിൽ ഞാൻ ഇപ്പം വാഴയുടെ നൂലിൽ നിന്ന് ഞാനൊരു ഷർട്ട് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് വരും. കാരണം എക്കോ ഫ്രണ്ട്ലി ആണ്. ഇനി ഗ്ലോബലി നോക്കുന്നത് ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഭൂമിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ ചെയ്യാം. അപ്പൊ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഭാഷയ്ക്കതിനകത്ത് പ്ലാറ്റ്ഫോമിൽ ഒരു മെൻറ്റർ ആണെങ്കിൽ ഐ എം റെഡി ടു ഇൻവെസ്റ്റ് ഒരു 1.2 മില്യൺ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് ഐഡിയക്ക് അവിടെ ജീവനായി. എമൗണ്ട് കിട്ടുമ്പോൾ അതൊരു ബിസിനസ്സിന് ഭയങ്കര ഗ്രോത്താണ്. എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് കൂട്ടുന്നു, കൂടുതൽ വാഴ. അപ്പോൾ കൃഷി ഫലമായിട്ട് നിൽക്കുന്നവർക്ക് അത് ബെനിഫിറ്റാണ്. വാഴ കർഷകരുടെ നിന്ന് അവർ വെറുതെ മുറിച്ച് കളയുന്ന വാഴയുടെ തടി വാങ്ങുന്നു. സോ ദാറ്റ് ഈസ് മൈ റോ മെറ്റീരിയൽ. അവരുടെ വേസ്റ്റാണ് എൻ്റെ റോ മെറ്റീരിയൽ. നമ്മൾ പേയ്മെന്റ് അവർക്ക് കൊടുക്കുകയാണ്. എന്തായാലും നല്ലൊരു ആശയമാണ് ഇത്. പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും ഒരു ഇംപ്ലോയ്മെന്റ് ആയിരിക്കും. അതെ, ഇത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് കൂടുതലും ഈ വെറുതെ സംസാരിക്കുമ്പോഴാണ് ഭീകരമായ ആശയങ്ങൾ പറയുന്നത്. ഇങ്ങനെ വെറുതെ സംസാരിക്കും, വെറുതെ ചിന്തിക്കുമ്പോൾ ആണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അതിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കുക, അതിന്റെ ഫീസിബിലിറ്റീസ്, അല്ലെങ്കിൽ അതിൽ കെമിക്കല്, അത് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ്, അങ്ങനെയൊക്കെ നോക്കി ചെയ്യാം. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് കാറുകൾ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ചാർജിങ് സ്റ്റേഷനായി ആളുകൾ വാങ്ങാൻ തുടങ്ങി. ദെൻ ഇതിന്റെ 10 വർഷം കഴിഞ്ഞിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ആ കോസ്റ്റും പെട്രോൾ കോസ്റ്റും സെയിം ആണെന്ന് പറയുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ഫീസിബിലിറ്റി ഉണ്ട്. ഇപ്പം 800-900 കിലോമീറ്റർ വരെ സിംഗിൾ ചാർജിൽ ഓടുന്ന കാറുകളായി. ഇനി അത് കൂടും. ഒരു 10 വർഷത്തിനുള്ളിൽ ഈ ബാറ്ററിയുടെ കോസ്റ്റ് കുറയും. കാര്യം ഇപ്പൊ പറയുന്ന കോസ്റ്റ് അല്ല ഇൻ ഫ്യൂച്ചറിൽ വരുന്നത്. കാരണം പണ്ട് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ടച്ച് ഫോണിന്റെ വിലയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പണ്ട് ഐഫോൺ എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർ മാത്രമേ യൂസ് ചെയ്തിട്ട് സാധനം. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ ആർക്കും ഐഫോൺ വാങ്ങാതെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ. അതായത് ഒരാൾ പണ്ട് ഐഫോൺ എടുത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ബസ്സിൽ നിന്ന് പോകുന്ന ആളോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് പോലും ചിലപ്പോൾ ആ ഐഫോൺ ഉപയോഗിക്കുന്ന ആളെ ഫോക്കസ് ചെയ്തു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ മീൻ കച്ചവടം മോശമായി പറയുന്നില്ല. അതായത് ആർക്കും മീൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ പ്രായമായ ആളുകളൊക്കെ ഐഫോൺ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കൗതുകമാണ്. കാരണം അവർക്ക് ചിലപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോണ്, അതായത് അവർ കൂടുതൽ ഇതിൽ ഇങ്ങനെ കുത്തി കളിക്കാനൊക്കെ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ പോലും ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഐഫോൺ ലക്ഷറീസ് ആയിട്ടിരുന്ന സാധനം വളരെ കാരണം അപ്പോൾ കാലം പോകുന്തോറും ഓരോ വർഷം കഴിയുന്നതോറും ഇതിന്റെ ആക്സസിബിലിറ്റി കൂടുന്നു. EMI ഫെസിലിറ്റീസ് വന്നു. ഇപ്പൊ എല്ലാ സാധനവും EMI തന്നെ വാങ്ങുന്നു. ഡ്രസ് അടക്കം EMI വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ദുബായിൽ നമുക്ക് ടാബി അവൈലബിൾ, നാട്ടില് ബജാജ്, ഫിൻസർവ്, അങ്ങനെ പല പല സ്കീമുകളുണ്ട്. അപ്പം ഒരു 15,000 രൂപയുടെ ഫോൺ വാങ്ങാൻ പോകുന്ന 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കി എമൗണ്ട് EMI ഇടും. അപ്പൊ അവനൊരു 30,000 രൂപയുടെ ഫോൺ വാങ്ങും. നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുകയാണ്. നമ്മുടെ റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഒരു വേറൊരു സൈഡ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അപ്പോൾ എപ്പോഴും ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന ഒരാളുകൾക്ക് ഈ ഭാസ്കർ പ്ലാറ്റ്ഫോം ഒരു വലിയ ഒരു ഞാൻ പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെ ശരിക്കും ഇതൊക്കെ ഉണ്ട്. അതായത് ഒരു 10 സ്ഥലത്ത് ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ഇത് അവരെല്ലാവരും കൂടി ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഒരാൾക്കത് 20 ദിവസം കൊണ്ട് നടക്കേണ്ട പ്രോസസ് ഒരു 10 ദിവസം കൊണ്ട് നടക്കും. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ് ഇൻ ദുബായിലാണെങ്കിലും ലൈസൻസ് ഇഷ്യൂൻസ് എനിക്ക് തോന്നുന്നു 24 hours നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇൻവെസ്റ്റ് ഇൻ ദുബായിലെ ഇപ്പൊ നമ്മുടെ ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ ട്രേഡ് നെയിം ഒക്കെ മാച്ച് ചെയ്ത് കിട്ടുവാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി. അതുപോലെ തന്നെ കുറച്ചും കൂടി സീംലെസ് ആയിട്ട് ഈ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു 1000-10,000 ഓണ്ടർപ്രണേഴ്സിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് അത് വഴി ഇന്ത്യയുടെ എക്കണോമി, ഈവൻ ടാക്സ്, ഇതുവഴി ഗവൺമെന്റ് റവന്യൂ. അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഏറ്റവും കൂടുതൽ മലയാളികൾ, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഇവിടെ കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് UAE. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്കിപ്പോൾ ഈ ഒരു ഭാസ്കർ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഇന്ത്യയിലുള്ള ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ തന്നെ കാര്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു നല്ലൊരു വളർച്ച അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ അന്വേഷിച്ച് നടക്കണ്ട. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ അവർക്ക് ഏത് കാറ്റഗറിയിലുള്ള ബിസിനസ്സോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അവർക്കും ഈസിയാണ്. അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം വഴി അറിഞ്ഞ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ അറിയുന്നതിലും കൂടുതൽ
നമുക്ക് പോലും അറിയാത്ത ഏതെങ്കിലും ഒരാൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വരും. അത് ഏതെങ്കിലും വലിയ കമ്പനി ആയിരിക്കും. ഇപ്പോൾ ടാറ്റ ഒരു ചെറിയൊരു 22 years ഓൾഡുള്ളൊരു ആളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു 2-3 years ബിഫോർ. ടാറ്റ ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി ആപ്പിന്റെ ഗതിയും മാറി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ വെറിസ്മി ട്രെയിൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എവിടെ വായിച്ചത്, ആർട്ടിക്കിൾ വായിച്ചത്. ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളീസ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതോ ഒരു റൂറൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു 2-3 ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നിയ ആശയം അവർ ആപ്പാക്കുന്നു. അത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നു. അതിലേക്കൊരു ഗൂഗിൾ പോലൊരു ടെക് ജൈജാന്റ് ആയിട്ടുള്ള കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ തലവര തെളിയുകയാണ്. ചിലപ്പോൾ ആ ഗ്രാമത്തിലെ ഒരു 100-1000 ആളുകൾക്ക് ജോലിയിലേക്ക് വരുന്നു. കാരണം ഡെവലപ്മെന്റ് കൂടും, ഇൻവെസ്റ്റ്മെന്റ് കൂടും. സോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ ഈ റീസെന്റ് ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിയുടെ സിഇഒയ്ക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നത്. പുള്ളി ഒരു എംപ്ലോയി ആണ്. എൻ്റെ ടെക് സ്റ്റാർട്ടപ്പിന് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി, അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ വരുന്നില്ല. അപ്പോൾ പുള്ളി അത് എക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിൽ ആ സ്ക്രീൻഷോട്ട് അടക്കം ഷെയർ ചെയ്തു. അതായത് ഒരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതിന്റെ പുതിയ ഫോർമാറ്റ് ഇപ്പം ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക്. അതായത് എൻ്റെ എല്ലാവർക്കും മനസ്സിൽ ഐഡിയ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി ഒരാളെ പ്രൊഡക്റ്റ് കാണിച്ചു, അയാൾ ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ സ്പോട്ടില് നമ്മളാണെങ്കിലും വൈഷുഡേ ദെൻ കമാൻ വർക്ക് ഫോർ ഒരു 9 to 6 വേറൊരു ആക്ടിവിറ്റി വർക്കിനെ ചിന്തിക്കുന്നത്. അപ്പോൾ വരുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെയുള്ള യങ് ഓണ്ടർപ്രണേഴ്സിന് ശരിക്കും ഇത് പ്ലാറ്റ്ഫോം ഭയങ്കര ഇതാണ്. പ്ലസ് ഇപ്പം എനിക്കൂടെ അതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ദുബായ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി അങ്ങും മ്യൂച്വലി കണക്റ്റഡ് ആയിട്ടാണല്ലോ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൂടെ കണക്റ്റഡ് ആയിട്ട് വരും.